Hello children, welcome to Kids Area Online. എല്ലാവരും മലയാളം എക്സാം എഴുതി കഴിഞ്ഞുവല്ലോ. വളരെ ഈസി ആയിരുന്നില്ലേ? ട്യൂഷൻ കുട്ടികൾക്ക് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാമായിരുന്നു ചോദിച്ചിരുന്നത്. നിങ്ങൾ എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ, കിഡ്സ് ഏരിയ ഓൺലൈനിലും യൂട്യൂബിലെ കൂട്ടുകാർക്കും എക്സാം ഈസി ആയിരുന്നല്ലോ? ഈസി ആയിരുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണുള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും PKG LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG ക്ലാസ്സസ് റെഗുലർ ഉണ്ട്, LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, STD 4 ആനുവൽ എക്സാം 2023-2024 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ, വാർഷിക മൂല്യനിർണ്ണയം 2023-2024 മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. നെല്ലിയാമ്പതിയെ കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങളുടെയും താളം പിടിക്കുന്ന കരിമ്പനക്കൂട്ടങ്ങളുടെയും ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് പോത്തുണ്ടി വഴി ഇവിടെ എത്താം. മണ്ണുകൊണ്ട് നിർമ്മിച്ച അപൂർവ അണക്കെട്ടുകളിൽ ഒന്നായ പോത്തുണ്ടിയിൽ ചെറിയൊരു പാർക്കും ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിലൂടെയുള്ള കാനനയാത്ര ഏറെ ഹൃദ്യമാണ്. പ്രസിദ്ധമായ ഓറഞ്ച് തോട്ടത്തിലൂടെ സഞ്ചരിച്ചാൽ സീതാർകുണ്ടിലെ വ്യൂ പോയിന്റിലെത്താം. അവിടെ നിന്ന് നോക്കുമ്പോൾ വിശാലമായ നെൽപ്പാടങ്ങൾ പുൽമെത്തയായും വൻമരങ്ങൾ ചെറുചെടികളായും വീടുകളും കെട്ടിടങ്ങളും കളിവീടുകളായും വലിയ ഡാമുകൾ ചെറിയ കുളങ്ങളായും ഒരു ചിത്രത്തിലെന്ന പോലെ കാണാം. സന്ധ്യയോടടുപ്പിച്ച് സീതാർകുണ്ടിനോട് വിട പറയുമ്പോൾ തുഷാര ബിന്ദുക്കൾ ചൂടിയുള്ള മരങ്ങൾ വ്യത്യസ്തമായൊരു അനുഭൂതിയാണ് നമ്മിൽ ഉണ്ടാക്കുക. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന മനോഹരമായ ഈ പ്രദേശം തീർച്ചയായും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നെല്ലിയാമ്പതി, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയായ ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു. പോത്തുണ്ടിയിൽ എത്തുന്നതിന് മുമ്പ് എന്തെല്ലാം സുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത്? പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങളും താളം പിടിക്കുന്ന കരിമ്പനക്കൂട്ടങ്ങളും മണലാരണ്യവും ഈന്തപ്പനകളും തിരയടിക്കുന്ന കടലും മണൽത്തട്ടിൽ ആർത്തുല്ലസിക്കുന്ന കുട്ടികളും പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന മഞ്ഞുമലകൾ. ഇതിലേതായിരുന്നു? യെസ്, നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതി.
മഞ്ഞ് എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം മരം, നയനം, തുഷാരം, സുന്ദരം. ഏതായിരുന്നു? തുഷാരം. ഇവിടെ എ ആയിരുന്നു കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. നെല്ലിയാമ്പതി ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഏത് പേരിലാണ്? പാവങ്ങളുടെ ഊട്ടി. ഈ വിവരണത്തിന് അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. ഈ ഒരു വിവരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ, തലക്കെട്ട്, പേര് കൊടുക്കണമായിരുന്നു. കൊടുത്തുവല്ലോ. സീതാർകുണ്ടിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം? അതും ടീച്ചർ വായിച്ചു. നിങ്ങളെല്ലാവരും ഇതിന് ശരിയായ ഉത്തരം, 5 ചോദ്യത്തിനും നിങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാകും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. രണ്ടാമത്തേത്, കവിതയെ സംഭാഷണമാക്കാം. വടിയും കുത്തി കൂനിക്കൂനി എവിടെ പോണു വല്യമ്മേ? വല്യമ്മ പറയാണ്, പൊന്നോണത്തിന് പൂക്കളിറുക്കാൻ കുന്നിൻ ചെരുവിൽ കുട്ടിയോളെ. കുന്നുകിഴക്കാണല്ലോ പിന്നെ എന്തേ പോണു പടിഞ്ഞാട്ട്? കണ്ണിനു തിമിരം പിടിപെട്ടതിനാൽ ഒന്നും കാണാൻ വയ്യല്ലോ. കവിത വായിച്ചല്ലോ. വല്യമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എഴുതുക. കവിതയിലുള്ളതിന് പുറമെ എന്തെല്ലാമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? കൂട്ടിച്ചേർത്ത് സംഭാഷണം പൂർത്തിയാക്കൂ. ഇത് മാത്രമല്ല സംഭാഷണത്തിൽ വരേണ്ടത്, നിങ്ങളുടെ ആശയം കൂടി നിങ്ങൾ അതിൽ ചേർത്ത് സംഭാഷണം എഴുതുക. ആദ്യത്തെ വരി കൊടുത്തിട്ടുണ്ട്, വടിയും കുത്തി കൂനിക്കൊണ്ട് വല്യമ്മ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ വല്യമ്മ അതിനെന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടിയും വല്യമ്മയും ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ചും ഇവിടെ കവിതയിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾ ഈ കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം പൂർത്തിയാക്കണം. അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. പ്രവർത്തനം 3, പത്രവാർത്ത തയ്യാറാക്കാനായിരുന്നു. വേനൽ കടുത്തതോടെ ചിറ്റൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ ജനങ്ങൾ വലയുകയാണ്. പക്ഷികളും മറ്റു ജീവജാലങ്ങളും തളർന്നു വീഴുകയാണ്. പലയിടങ്ങളിലെയും സ്ഥിതി ഇതുപോലെയാണ്. ഈ വിഷയം ഒരു പത്രവാർത്തയായി എഴുതൂ. ജലക്ഷാമം എന്ത് ചെയ്യണം? ഒരു പത്രവാർത്തയായി എഴുതണം. സ്ഥലമുണ്ട്, പ്രധാന വാർത്ത കൊടുക്കണം. സ്ഥലമുണ്ട്, എന്താ സംഭവമെന്ന് ആദ്യം എഴുതണം. അതിനുശേഷം വിശദീകരിച്ച് എഴുതണം. അത് കൺക്ലൂഡ് ചെയ്യണം. നല്ലൊരു രീതിയിൽ അത് അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു പത്രവാർത്ത തയ്യാറാക്കാനായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. എല്ലാവരും ചെയ്തുവല്ലോ. നാലാമത്തെ പ്രവർത്തനം കത്തെഴുതാനുള്ളതായിരുന്നു. അനുമോദന കത്താണേ. അമ്മേ നോക്കൂ, പത്രത്തിൽ മേഴ്സിയുടെ ചിത്രം. അമ്മ വിളിച്ചു പറഞ്ഞു. നോക്കട്ടെ മോളെ, എന്താ കാര്യം? അവൾക്ക് സംസ്ഥാന കായികമേളയിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. മോള് പറഞ്ഞു. കൂട്ടുകാരെ, മേഴ്സിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു അനുമോദന കത്ത് തയ്യാറാക്കൂ. നമ്മുടെ മേഴ്സിക്ക് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. മേഴ്സിയെ അനുമോദിച്ചുകൊണ്ട് അനുമോദന കത്ത് തയ്യാറാക്കണം. ഓക്കെ, റെഡിയാണല്ലോ? നിങ്ങൾ കത്ത് എഴുതിയിട്ടുണ്ടാകും. വളരെ ഈസി ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, കത്ത് എഴുതാനായിട്ട് അറിയാം. കത്ത് എങ്ങനെ തുടങ്ങണം, കത്ത് എങ്ങനെ അവസാനിപ്പിക്കണം, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു കത്ത് മനോഹരമായിട്ട് ഇന്നത്തെ എക്സാമിന് എഴുതിയിട്ടുണ്ടാവും. പ്രവർത്തനം 5 നോക്കാം. ഇത് എപ്പോഴും പറയുന്നതാണ്, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. പഴശ്ശിരാജയുടെ ജീവചരിത്രക്കുറിപ്പ് എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്, സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ജനനം 1753 ജനുവരി 3. മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ, അറിയപ്പെട്ടത് കേരള സിംഹം. ബ്രിട്ടീഷുകാരെ ദീർഘകാലം വിറപ്പിച്ച ധീര ദേശാഭിമാനി. ഒളിപ്പോർ യുദ്ധതന്ത്രം. മരണം 1805 നവംബർ 30. പഴശ്ശിരാജാവിൻ്റെ സ്മാരകം വയനാടിലെ മാനന്തവാടിയിൽ. കോട്ടയം രാജവംശത്തിലെ രാജാവ്. കോട്ടയം രാജ്യത്തെ നികുതി പിരിവിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയിൽ നിന്നും എടുത്തുമാറ്റി അദ്ദേഹത്തിൻ്റെ അമ്മാവിന് നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. ഇതും എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളതാണ്, എല്ലാവരും ചെയ്തിട്ടും ഉണ്ടാവും. ട്യൂഷൻ കുട്ടികൾക്ക് ഇന്നലെയും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനും ഇന്നലെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. വർണ്ണിച്ചെഴുതാം. സിന്ദൂര പൊട്ടുപോലെ പടിഞ്ഞാറ് സൂര്യൻ മറയുകയാണ്. ചെമ്പട്ടുകൊണ്ടുള്ള ആകാശപ്പന്തൽ. സന്ധ്യാനേരത്തുള്ള പ്രകൃതിയെ കാണാൻ എന്ത് രസമാണല്ലേ. പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ വർണ്ണിച്ചെഴുതൂ. അപ്പോൾ ഇതും നിങ്ങൾക്കറിയാം, ചെമ്പട്ടുകൊണ്ടുള്ള ആകാശപ്പന്തൽ.
സൂര്യൻ മറയുന്ന സമയത്തുള്ള ചെമ്പട്ട് കൊണ്ടുള്ള ആകാശപ്പന്തൽ, ആ ഒരു സന്ധ്യാസമയത്തുള്ള പ്രകൃതിയെ കാണാൻ നല്ല രസമാണ്. ആ പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ വർണ്ണിച്ചെഴുതൂ. എല്ലാവരും, എല്ലാ കുട്ടികൾക്കും ഇത് പഠിച്ചതാണ്. എല്ലാവരും മനോഹരമായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നൽകിയിട്ടും ഉണ്ടാവും. എഴുതിയല്ലോ? എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ. ഈ 6 പ്രവർത്തനങ്ങളാണ് 4ാം ക്ലാസ്സിലെ എക്സാമിന് മലയാളത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടല്ലോ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ക്ലാസ്സുകൾ ഓർമ്മിക്കുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, പരിചയക്കാരുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്കിത് അറിയിക്കാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണുള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും PKG LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG ക്ലാസ്സസ് റെഗുലർ ഉണ്ട്. LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ.